അടിന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങള് ഭയങ്കര മതിക ഇതാണ് മതക്ക് എന്താ എനിക്ക് ഈ മാത്രം ദേശീയനോട് അപ്പൊ ഇന്നലെ രാത്രി കോംപ്രമൈസ് ആക്കിയിട്ടില്ല കറക്റ്റ് ഇടുന്നോളെ. അപ്പൊ നമ്മളെന്താ വീഡിയോ പറഞ്ഞാല് നമ്മളെ റൂം ക്ലീനിങ് വീഡിയോ ആണ്. അല്ല ഇപ്പഴാണ് ഓണായത്. ഇത്രയും നേരം ഉറക്കപ്പിച്ചു ആ ഇതൊക്കെയാണ്. ഇപ്പോഴാണ് എഞ്ചിൻ ഇങ്ങനെ ഓടി തുടങ്ങി. അതെ, അപ്പൊ നിങ്ങള് ഇന്നലെ തന്നെ ചോറുണ്ടാക്കിയത് ഉണ്ടായതുകൊണ്ട് ഇന്ന് ഞങ്ങൾക്ക് റെസ്റ്റ് ആണ്. ചോറ് എങ്ങനെ ഉണ്ടായിരുന്നല്ലേ? ചോറ് അടിപൊളി സൂപ്പർ. നമ്മളതായിട്ടില്ല കപ്സ മസാല കേട്ടത്. അതിന് റെസിപ്പി വേണമെങ്കിൽ ചോദിച്ചാൽ മതി. ഹസ്ബൻഡായി ഒരു ദിവസം നിങ്ങൾക്കായിട്ട് കപ്സ ഞങ്ങള് ഭയങ്കര സ്നേഹത്തിലാണ്. ഇതെന്താ പറഞ്ഞ ചിരിച്ചേ? ഒന്നുമില്ല, ഇപ്പൊ രണ്ടി കഴിഞ്ഞിട്ടുള്ളൂ, അടുത്തടി വരുന്നുള്ളൂ. അപ്പൊ അതിന്റെ ഒക്കെ ഒരു ആഫ്റ്റർ എഫക്റ്റിലാണ് ഞങ്ങൾ ഈ വീഡിയോ എടുക്കണത്. അപ്പൊ അതിന്റേതായിട്ടുള്ള കാണുന്നുണ്ട്, നല്ലോണം കാണുന്നുണ്ട്. അടിന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും ജീവിതം, പിന്നെ എന്നും സന്തോഷാവും. അടിന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങള് ഭയങ്കര അടിയാ. വെളിച്ചം കുറവുണ്ടോ? അതിനെന്താ സൂര്യന്മാര് ഞാനതിൽ തെളിഞ്ഞില്ല. എന്നും തെളിയുന്നില്ല. എന്താ കാട്ടണ? തെളിയില്ല. പിന്നെ അത്ര ചിന്തിച്ച് അങ്ങനത്തെ ഒക്കെ ഉണ്ടാവുമോ? പിന്നെ തോന്നില്ല. എന്നാ പറയാം നമുക്ക് എന്താ കാര്യം. അപ്പൊ നമുക്ക് വല്ലാതെ അങ്ങോട്ട് പോകണ്ട. നിങ്ങള് പറയണെങ്കിൽ ഞാൻ പറയാ എന്താണ് റീസൺ, എന്നിട്ട് നമുക്ക് എന്താണ് പരിഹാരം കാണാം. കോംപ്രമൈസിന് വിളിച്ചിട്ടോള് വരുന്നില്ല, ഒരുങ്ങണില്ല അതിന്. എനിക്ക് താല്പര്യല്ല. എന്താ കാട്ടണേ? പിന്നെ നനച്ച വൈക്ക് പോയിട്ടില്ലെങ്കിൽ തെളിച്ച വൈക്ക് പോയിട്ടില്ലെങ്കിൽ പിന്നെന്താ നനച്ച വൈക്കണം പോയി. അങ്ങനെ വരുന്നുണ്ട്. എന്തോ ഉണ്ടായി. പോട്ടെ ചെയ്യാൻ ഞാനും തന്നെ വെച്ച ഇപ്പൊ കഴിച്ച് ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ. കണ്ടോ സ്നേഹം, കണ്ടോ കഴിച്ച് അച്ചാർ ഓന് മാത്രം തോണ്ടിട്ട് ചോറ് കഴിച്ചുമ്പോ ഞങ്ങളെ വ്ളോഗാട്ടെ കാണുള്ളൂ. എന്താല്ലേ നമ്മളെ വീഡിയോ തന്നെ ഞങ്ങൾ ടിവിയിലിട്ട് കാണും. അത് യൂട്യൂബ് തുറക്കുമ്പോ ആരുടെ ഫസ്റ്റ് പേര് നോക്കട്ടെ നമുക്ക്. ഇതൊരു സെക്കൻഡ് ചാനലാണ്. അത് നമ്മള് കണ്ടോ ആരുടെ വന്ന് നമ്മൾ എടുക്കണതില് നമ്മളതല്ലേ ഞാൻ ഫുഡ് കഴിച്ചല്ലോ. അപ്പൊ ഞങ്ങള് ഫുഡ് കഴിച്ചിട്ട് വരാം. അപ്പൊ ഞങ്ങള് ചോറൊക്കെ വെച്ചു. അപ്പൊ ഞങ്ങള് രാത്രിക്കൊക്കെ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടി വരിയാണ്. ഇതുകൊണ്ട് എന്ത് ഉപ്പേരിയാണ് ഉണ്ടാക്കണത് നിങ്ങള്? ഇത് നമ്മള് ഓറഞ്ച് ഉപ്പേരിയാണ്. നമുക്ക് ഫ്രീ കിട്ടണ നേരത്തെ ഞങ്ങള് തള്ളിയും കുട്ടിയും കളിച്ചും പിന്നെ അതേമാതിരി ഉപ്പേരി ഉണ്ടാക്കി കളിച്ചും പ്ലേറ്റ് എടുത്ത ഉപ്പേരി അങ്ങനെ ഞങ്ങൾ ഫ്രീ ടൈം അങ്ങനെ കഴിഞ്ഞു പോവും. ഇന്നിപ്പോ വല്ലാത്ത ടാസ്ക് പറഞ്ഞാൽ നമുക്കിന്ന് റൂം ക്ലീൻ ആക്കാണ്ട്. അതാണ് നമ്മളെ മെയിൻ ടാസ്ക്. ഈ കാണുന്ന ഇതൊക്കെ ക്ലീൻ ആക്കാണ്ട് പിന്നെ അതേപോലെ നമ്മളെ പൊണ്ടാട്ടിന്റെ മനസ്സൊന്ന് ക്ലീൻ ആക്കണം. ഒന്ന് വാക്യൂം ചെയ്യാണ്ട് എന്നിട്ട് പഴയതുപോലെ ആക്കാണ്ട് അങ്ങനത്തെ കൊറേ ടാസ്കുകൾ ഉണ്ട് നമുക്ക്. ഏത് അല്ല ഈ ഗ്യാപ്പ് കൂടെ എനിക്ക് ശരിയാക്കാലോ. ഇതാണ് മതക്ക് എല്ലാത്തിലും മതക്കുണ്ട്. അന്തല്ല എനിക്ക് പാവം. അതെ, എവിടുന്നും കിട്ടൂല ഇങ്ങനത്തെ ഒരു പാവത്തിന്. കണ്ടോ ആ പറച്ചിൽ തന്നെ ഉണ്ടോ ഓളെ ദേഷ്യായില്? ഇല്ലല്ല, എനിക്കൊരു ദേഷ്യമില്ല. എന്താ എനിക്ക് ഈ മാത്രം ദേഷ്യനോട്? ആർക്ക് ദേഷ്യം? എന്തിനു ദേഷ്യം? എനിക്കൊരു ദേഷ്യമല്ല. ഇതൊരു എന്താ പറയാ, മറ്റേ സാധനം പൊട്ടിച്ചില്ലേ നമ്മൾ ഇങ്ങനെ പൊട്ടിച്ച് ചോറ് തിളച്ചിട്ടോ. അപ്പൊ ഗൈസ് ഞങ്ങൾ ശനിയാഴ്ച ചോറും കൂട്ടാനും കളിക്കാണ്. കുട്ടിയും കോലും അങ്ങനത്തെ കളിയൊക്കെ കളിച്ച് ശനിയാഴ്ച ഒരു അടിപൊളി ദിവസമാണ്. നമുക്ക് ഇങ്ങനെ ഫ്രീ ആയി. എന്താ ഒന്നുമില്ല, നീച്ചേ ബാക്കി നോക്ക. ഞാൻ നീച്ച അതിന്റെ മുന്നേ നമ്മളെ പ്രശ്നത്തിനൊരു ഇത് കൊണ്ട അതല്ല നമ്മള് പറഞ്ഞ ഞാൻ ആരും നോക്കണില്ല, എനിക്കാരും നോക്കണ്ട. എന്തിനാ പായൊക്കെ നോക്കണം? എനിക്കാരും നോക്കണ്ട ആവശ്യമില്ല. എനിക്ക് അന്റെ നോക്കിയാൽ മതി. എനിക്ക് അന്റവും അതേമാതിരി ജിൻഡോ നോക്കിയാൽ മതി. ഈ ബാക്കിയുള്ളവർക്ക് നോക്കാൻ നിൽക്കണ്ട. ഞാൻ പറയട്ടെ
എന്താ ചെറിച്ചനോടാന്ന് ഞാൻ ചിരിച്ചെന്താ എന്റെ പ്രാർത്ഥന എന്താ അറിയോ 24 മണിക്കൂർ ഈ ക്യാമറ കൊണ്ട് നടക്കണേ. നല്ല സ്വഭാവം കാണാലോ. നല്ല സ്വഭാവം മാത്രം കാണുള്ളല്ലോ. ഇതൊക്കെ ഇഷ്ടോ എന്നാ ഞാനും പറയാ. അതാ എന്തേ ഞാനും പറയാ എന്തുകൊണ്ടാണ് എന്റെ സ്വഭാവം മാറുന്നത്. എന്റെ സ്വഭാവം ആരാ മാറ്റണത്? അങ്ങനല്ല ജിസാനു ക്യാമറ ഓഫ് ആക്കി വാ. അപ്പൊ നല്ല സ്വഭാവം എടുക്കല്ലേ. അപ്പൊ ഇന്നലെ രാത്രി കോംപ്രമൈസ് ആക്കിയിട്ടില്ല. ഇന്ന് രാവിലെ അത് കോംപ്രമൈസ് ആക്കിയിട്ടില്ല. അപ്പൊ ഞാൻ ഇത് കോംപ്രമൈസ് ആക്കണം കരുതി ഇങ്ങനെ നിക്കുമ്പോഴാണ് വീണ്ടും ഞാൻ പോവാണ് ചെയ്തു. അപ്പൊ ഞാൻ അറിഞ്ഞ വിജയ് എന്ത് പോയി കാട്ടണേന്ന് ഞാൻ പറയട്ടെ. അപ്പൊ എന്തായി എവിടെയൊക്കെ ഞാൻ നിർത്തിയത്? കോംപ്രമൈസ് ആക്കിയിട്ടില്ല. അപ്പൊ ഞാന് രാവിലെയാണ് എനിക്ക് ആ ബോധയോദയം വന്നത്. അതായത് കോംപ്രമൈസ് ആക്കിയിട്ടില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി പോയി ചെയ്യട്ടെ. പ്രശ്നം തീർക്കണ്ട, ഈ പ്രശ്നത്തിന് ഒന്നും കൂടി. അപ്പൊ ഞാൻ കരുതി ഇതിപ്പോ കോംപ്രമൈസ് ആക്കണല്ലോ, അതിന് ഞാൻ ഓടി ഒന്നും കൂടി പോയിട്ട് ഓടി ഓളടുത്തേക്ക്. എന്റെ അടുത്തേക്കല്ല, പുറത്തേക്ക് ഓടി. അല്ല, അവിടുന്ന് ഇങ്ങോട്ട് ഓടിനാണ്. അപ്പൊ ഓടി എന്നിട്ട് അവിടുത്തെ പോയാണ്ട് ഇതാക്കി തരണം, ഇത് ഒഴിവാക്കി തരണം. ഇത് നമ്മളങ്ങനെ അറിയാതെ ചെയ്തല്ലേ, ഒരു ചാൻസ് എല്ലാവർക്കും കൊടുക്കണം. അത് അറിയാതെ ചെയ്തല്ലേ, അങ്ങനത്തെ തെറ്റോ ചെറിയ തെറ്റോ അറിയാതെ പറയാൻ ഒരവകാശമല്ല, അറിഞ്ഞു ചെയ്ത. ഓക്കെ, അറിഞ്ഞ് ചെയ്താണ്, അറിഞ്ഞ് ചെയ്ത് തന്നെയാണ്, ഇല്ലാന്നൊന്നും പറയില്ല. മനുഷ്യന്മാരാണ്, തെറ്റ് പറ്റും, അങ്ങനെ ക്ഷമിച്ചാൻ പറ്റുന്ന തെറ്റാണ്. അങ്ങനത്തെ തെറ്റാണ്, അത് പറയണില്ല, പുറത്ത് പറയണില്ല. എന്തായാലും അങ്ങനത്തെ തെറ്റാണ്. അപ്പൊ ഞാൻ കെഞ്ചി പിന്നാലെ നടന്നിക്കണ്, ഇതൊന്ന് ഒഴിവാക്കിക്കൊണ്ട. അപ്പൊ ഇവള് ഞാൻ കോംപ്രമൈസ് ചെയ്തിക്കണേ, ഞാൻ ഇഷ്ടമായി. അത് ഒരാളിഷ്ടല്ലേ, ഇഷ്ടത്തോടെ നടക്കട്ടെ, ഞാൻ അതില് കാര്യത്തിൽ ഇടപെടൂലെന്ന് പറഞ്ഞു. കണ്ടില്ലേ, ഇതേ എനിക്കറിയാം. ഇതിലിപ്പോ ഈ കാണുന്ന ഒരു ഭൂരിഭാഗം ആണുങ്ങൾ കേൾക്കണത് ഇതന്നെ വിളിക്കാറ്, ഈ വോയിസ് തന്നെ വിളിക്കാറ്. ഞാൻ അതിൽ ഇടപെടൂല. അതാകണ ഈ വോയിസും ഇതും ഇങ്ങനെ മുന്നില് ഇതാ ചരിത്രത്തിൽ ആദ്യമായി സാരി നമ്മളോട് സോറി പറയാൻ പോവുകയാണ്. വെറുതെ ഒരു സൂര്യാണല്ലോ, അത് എനിക്ക് പറയാൻ വയ്ക്കൂല എന്നൊക്കെ അവര് പറയണ കേട്ടോ. അത് കേട്ടിട്ട് ഇപ്പൊ നിങ്ങള് ഏതായാലും ഞങ്ങൾ ഇന്നിപ്പോ ഇവിടുന്ന് ഞങ്ങളെ പ്രശ്നം കോംപ്രമൈസ് അടിച്ചാൻ പോവാണ് നിങ്ങളെ മുന്നില്. നിങ്ങള് സാക്ഷിയായാണ്. സത്യം വെക്കുന്ന ഇനി ആ തെറ്റ് നമ്മൾ ആവർത്തിക്കൂലാണ്. ആ തെറ്റ് ഇതാ കൈ കൊണ്ട ആ തെറ്റ് ഞാൻ ആവർത്തിക്കൂല. ഇത് ഫോണ് വരെ ഓഫായി സത്യം വെച്ചപ്പോ, ഫോണ് വരെ നെട്ടാണ്. അവിടെ പിന്നെ ചരിത്രത്തിൽ എന്തും നടക്കണമായി സംഭവിക്കാണ്. എന്നും നടക്കണ കാര്യമൊന്നുമല്ല. അതല്ല, എല്ലാ പേരിലും ഇങ്ങനെ തന്നെ നടക്കാം. ആരും ഇങ്ങനെ വീഡിയോ എടുത്ത് പുറത്ത് പറയുന്നു. അപ്പൊ ഇനി നമ്മൾ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല, കാര്യങ്ങളും ഇല്ല, എല്ലാം നമ്മൾ പറഞ്ഞു തീർത്തു. ഞാൻ അറിയാതെയും ചെയ്യൂല സത്യം. അപ്പൊ ഗൈസ് നമ്മള് പ്രശ്നമൊക്കെ പറഞ്ഞു തീർത്തു. അപ്പൊ നമ്മളിഞ്ഞ് പഴയതുപോലെ നമ്മള് സെറ്റ് ആയിക്കല്ല സാധനം. ഞങ്ങള് റൂം ക്ലീൻ ആക്കാൻ പോവാണ്. ഞാൻ എന്ത് പണി എടുക്കണ്ടേ സാധനം? ഞാൻ ഇവിടെ ഇരുന്ന് പഠിച്ച. ഓക്കെ, ഇപ്പൊ നമ്മള് ഭയങ്കര ഹാപ്പിയാണ്. കാരണം നമ്മള് ഇന്നലെ മിഞ്ഞാന്ന് മുതലേ നമ്മളെ ത്യാഗം സമരം വിജയിച്ചു എന്ന് പറഞ്ഞാൽ അത് അങ്ങനത്തെ ഒരു കാര്യം ഗൈസ്. ഒടുവിൽ നമ്മളതിന് ഇത് കണ്ടു, ബലാപ്രത്യോ ഫലം കണ്ടു. നമ്മളെ ഏകദേശം എല്ലാം പറഞ്ഞു നിർത്തില്ലേ. എന്താലേ എല്ലാവർക്കും നമ്മളെ മാതിരിയായ നിന്നേരാന്ന് എനിക്ക് പറ്റൂല. എന്താ കറക്റ്റ് ഇടുന്നോളെ. അപ്പൊ ഗൈസ് അങ്ങനെ നമ്മളെ പൊണ്ടാട്ടി നമുക്ക് ഒരു ഫേസ് മാസ്ക് അല്ലത്, ഫേസ് മാസ്ക് ഇട്ടെന്നൊക്കെയാണ്. ഇത് എന്താണ്? മോരും ഇത് അത് ഗൈസ് പറഞ്ഞല്ലോ ഗൈസ്, അത് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ആണ്. അത് സീക്രട്ട് ആണ്. എന്നാലും എന്താ സാധനം?
അത് പറഞ്ഞില്ല. ഇത് തേച്ചിട്ട് റിസൾട്ട് ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറഞ്ഞോളൂ. ഇത് ഞങ്ങൾ ആദ്യമായിട്ട് ഇങ്ങനെ തേച്ചിട്ട് റിസൾട്ട് ഉണ്ടെങ്കിൽ അവള് പറഞ്ഞുതരും. എന്തായാലും റിസൾട്ട് ഉണ്ടാവും. ഓൾ ഉണ്ടാക്കിയ എല്ലാത്തിനും നമുക്ക് നല്ല റിസൾട്ട് ആണ്. അപ്പൊ എന്തായാലും ഓൾ ഉണ്ടാക്കിയ തല്ലിനും ഭയങ്കര റിസൾട്ട് ആണ്. എല്ലാത്തിനും ഭയങ്കര റിസൾട്ട് ആണ്. ഇല്ല പോലത്തെ അപ്പൊ ഇതിന് നല്ല ഇൻഗ്രീഡിയൻസ് നമ്മള് പിന്നെ പറഞ്ഞു കൊടുക്കില്ലേ ജി? പറഞ്ഞുതരും. നമ്മള് പഠിച്ചായിരിക്കും. ഓക്കെ. അല്ല ഞാൻ ശരിക്കും പഠിച്ചായിരിക്കും. ഇതൊക്കെ ഇട്ടാണ്ട് ഇരിക്കാൻ തന്നെ നമുക്കൊരു ഉന്മേഷാണ്. ഇതൊക്കെ ഉന്മേഷാണ്. ഇത് ഇജാണ് ഇട്ടപ്പോണ്ടല്ലോ എനിക്ക് അങ്ങനെയാണ് ഫ്രീ ആയിട്ട് ഇരുന്ന് പഠിച്ചിങ്ങനെ ഇരിക്കുമ്പോ നമ്മൾ ഇതൊക്കെ തേച്ച് ഫ്രീ ആയി എണ്ണയൊക്കെ ഇട്ട് പഠിച്ചു. അങ്ങനെയല്ല നമുക്കിപ്പോ ഇത് ഇട്ടപ്പോലെ പഠിച്ചാനൊക്കെ ഒരു ഉന്മേഷം എനിക്ക്. അങ്ങനത്തെ എന്താ ഇത് സന്തോഷ് ബ്രഹ്മയാണ്. സന്തോഷ് ബ്രഹ്മയാണ് മുഖത്തിട്ടിക്കണേ. ആ സാധനം ഇട്ടിക്കണേ. പഠിച്ചാൻ തോന്നുന്നു. പഠിച്ചാൻ ഞാൻ പോയി പഠിച്ചട്ടെ. അപ്പൊ ഗൈസ് ബെഡൊക്കെ ക്ലീൻ ആക്കി തുണികൾ മടക്കി വെച്ചു. ഹസ്ബൻഡായി കുളിക്കാൻ പോവുകയാണ്. ഇന്ന് കളി ഉണ്ടോ ഗൈസ്? എന്ത് ഗൈസ് എന്താ പറ്റിയ? എന്താ പറ്റിയത്? ഭയങ്കര ത്രില്ലില്ല. കളിയില്ല. എന്തേ? ഇന്ന് നേരെ വെളുത്തപ്പോ തുടങ്ങിയതാ. ഇന്നത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഇന്ന് രാത്രിയായി. എന്താ ഞങ്ങള് ഫുഡ് ഉണ്ടാക്കിയല്ലേ പാത്രം വൃത്തിയാക്കാം. വൃത്തിയാക്കിട്ട് കുളിച്ചാ മതി. ഞാൻ കുളിച്ചട്ടെ. മെയിനാകല്ലേ ചെല്ലി. അത് പാത്രം എന്നാ ചെല്ലി. ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ഇങ്ങടെന്താ. ഞാൻ പോയി കുളിച്ചട്ടെ. ഇങ്ങോട്ട് നിക്കേ. പഠിച്ചോട്ടെ എല്ലാം നമ്മള് എടുത്തപ്പോ കാട്ടിക്കൊടുക്ക. ഇങ്ങോട്ട് ബാബേ പാത്രം പോറി. അത് എന്നിട്ട് നമുക്ക് ബാക്കി വെക്കാം. ആ പാത്രേ നമ്മള് ഫുഡ് ഉണ്ടാക്കാൻ പോണുള്ളൂ. രാത്രിക്കത്തെ മെയിനാകുക. അടിട്ടണ എനിക്ക് എന്തും കിട്ടണേ. കുളിച്ചട്ടെ. അപ്പൊ ഗൈസ്, അപ്പൊ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. അപ്പൊ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ. പിന്നെ എന്ത് ചെയ്യേണ്ട സാധനം? ബെല്ലൈക്കൺ ഒന്ന് തൊടുക. ഓൻ പറഞ്ഞു ഗൈസ് ബെല്ലൈക്കൺ ഒന്ന് അടിച്ച് പൊട്ടിക്കാൻ. അപ്പൊ പറഞ്ഞ മാതിരി അതും ചെയ്യാ. അപ്പൊ പിന്നെ കാണാ. ബൈ.